സുനിത വില്യംസ് 8 മാസത്തിലേറെ നീണ്ട അതികഠിനമായ ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ്. 2024 ജൂൺ 5-ന് 10 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായാണ് ബുച്ച്മിൽമോറും സുനിതയും സ്പേസ് സ്റ്റേഷനിൽ എത്തിയത്. പക്ഷേ ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അവരുടെ തിരിച്ചുവരവ് മുടങ്ങി. എന്നാൽ നാസ പല തവണകളായി ശ്രമം നടത്തിയെങ്കിലും മടങ്ങിവരവ് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മാർച്ച് അവസാനത്തോടെ അവർ തിരിച്ചെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. സുനിതയുടെ മടങ്ങിവരവ് യാത്ര ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുമ്പോൾ അവരുടെ കരിയർ, ശമ്പളം, ആസ്തി എന്നിവയെക്കുറിച്ചും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? സുനിത വില്യംസ് ജനിച്ചു വളർന്നത് അമേരിക്കയിലാണ്. നമുക്കറിയാം, 1965 സെപ്റ്റംബർ 19-ന് അമേരിക്കയിൽ ജനിച്ച സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണ് എന്നതാണ് ഇന്ത്യയുമായുള്ള ബന്ധം. അതായത് സുനിതയുടെ മാതാപിതാക്കൾ ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി താമസിച്ചവരാണ്. ബഹിരാകാശ രംഗത്ത് അമേരിക്കയുടെ മുന്നേറ്റത്തിനൊപ്പം ഇന്ത്യയുടെ പേരും ചരിത്രത്തിൽ എഴുതി ചേർത്ത സുനിത വില്യംസിന്റെ ജീവിതകഥ ബഹിരാകാശം എന്നും സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും പ്രചോദനം തന്നെയാണ്. അതൊരു ആവേശം കൂടിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒന്നിലധികം തവണ സഞ്ചരിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച സുനിത 1983-ൽ US നോവൽ അക്കാദമിയിൽ ചേർന്നതാണ് ജീവിതത്തിലെ വലിയ വഴിത്തിരിവായത്. ആ യാത്ര നാവികസേനയിൽ നിന്ന് ബഹിരാകാശ യാത്രയിലേക്കുള്ള മാറ്റം സുനിത വില്യംസിനെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒന്നിലധികം ബഹിരാകാശ യാത്രകൾ നടത്തിയ ഒരു പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയാണ് സുനിത വില്യംസ്. സുനിത വില്യംസിന്റെ ആസ്തിയും ശമ്പളവും എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ ഏജൻസികളിൽ ഒന്നായ നാസ ഓരോ ബഹിരാകാശ യാത്രികർക്കും ശമ്പളം നൽകുന്നത് പ്രധാനമായും US ഗവൺമെന്റിന്റെ ശമ്പള സ്കെയിലിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് GS-13 മുതൽ GS-15 വരെയാണ് ആ ശമ്പള സ്കെയിൽ. അതിൽ സുനിത വില്യംസിനെ പോലെയുള്ള ഉയർന്ന പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രികർ സാധാരണയായി GS-15 വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകളിലും പറയുന്നത്. നാസയുടെ കണക്കുകൾ പ്രകാരം അവരുടെ വാർഷിക ശമ്പളം ഏകദേശം 1,26,00,000 രൂപയാണ്. ഇത് മാത്രമല്ല, വിവിധ ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട്. അതായത് നാസ ബഹിരാകാശ യാത്രികർക്ക് ശമ്പളത്തിന് പുറമെ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ്, തങ്ങൾക്കും കുടുംബത്തിനും മാനസിക പിന്തുണ, ജോലി സംബന്ധമായ അസൈൻമെന്റുകളുള്ള യാത്രാ അലവൻസുകൾ എന്നിവയും നൽകും. ചില റിപ്പോർട്ടുകൾ പ്രകാരം സുനിത വില്യംസിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $5 മില്യൺ. അതായത് സുനിതയുടെ ഏകദേശ ആസ്തി 250 കോടി രൂപയാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഒരു ബഹിരാകാശ സഞ്ചാരി എന്ന നിലയിലുള്ള കരിയറിൽ നിന്ന് തന്നെ സ്വയം നേടിയെടുത്ത ആസ്തിയാണ് സുനിതയുടേത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.